ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. പിക്കാച്ചു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊന്ന് പുറത്ത് പോവാം കേട്ടോ. എന്നോട് പിക്കാച്ചു ആരുമില്ല, ഞാൻ തന്നെയാണ് പോകുന്നത്. മീനോ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരെ പോയതാണ് കേട്ടോ. ഇതാ അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, അവർ നോക്കുന്നുണ്ട് ഞാൻ എന്തോ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. പെട്ടെന്ന് പോകണം കേട്ടോ. നേരെ പോയത് ബാങ്കിലോട്ടായിരുന്നു. നമ്മുടെ ബാങ്കറായ അമ്മ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ പോയത് കേട്ടോ. അവിടെ പോയപ്പോഴേക്കും ഇത് രണ്ടുപേരും അവിടെ നിന്ന് എന്തൊക്കെയോ പൈസ എടുക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് പൈസ എടുക്കാൻ പറ്റിയത്. പൈസ എടുത്തുകൊണ്ട് നേരെ പോയത് മീൻ മാർക്കറ്റിലോട്ടായിരുന്നു. അവിടെ ചെന്ന് കണ്ടപാടെ തന്നെ നമ്മുടെ നത്തോലി കൊഴുവ കിടപ്പുണ്ടായിരുന്നു. അതൊരു 1/2 കിലോ മേൽ, കാരണം ഞാൻ തന്നെ വെട്ടണം. 1/2 കിലോ വാങ്ങിച്ചു. നേരെ പീര വെക്കാനായിരുന്നു. അപ്പോൾ തൊട്ടിപ്പുറം തന്നെ പച്ചക്കറി ഉണ്ട്, അവിടുന്ന് ചെറിയൊരു തേങ്ങ എടുത്തു. പിന്നെ ഇച്ചിരി സവോളയും വാങ്ങിച്ചു. മുളകൊക്കെ ഇരിപ്പുണ്ട് നമുക്ക്. അതിനുശേഷം നേരെ അപ്പുറത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. നമുക്ക് പിക്കാച്ചുവിന് ഉള്ള സാധനം വാങ്ങണം, പാമ്പേഴ്സ്, അത് വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ. ഒരു പാത്രത്തേക്കൊന്ന് സോപ്പും വാങ്ങിച്ചു കേട്ടോ, കാരണം അതിനും ആണ് നമുക്ക് ഏറ്റവും ചിലവ്. അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞാൻ ഓടുമായിരുന്നു കേട്ടോ, കാരണം പിക്കാച്ചുവിനെ തന്നെ ആക്കിയിട്ട് വന്ന ചേട്ടന് പാടില്ലാത്തതുകൊണ്ട് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ വന്നപ്പോഴേക്കും എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ 2 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്ടാ പെണ്ണ്. ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാൻ പിക്കാച്ചുവിൻ്റെ കയ്യിലോട്ട് പിക്കാച്ചുവിൻ്റെ സാധനം കൊടുത്തപ്പോൾ പിക്കാച്ചുവിന് ഭയങ്കര സങ്കടം. വേറെന്തോ കൂട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് കിട്ടിയത്. ഇതാണ് കേട്ടോ നമ്മൾ മേടിക്കാൻ പോയ മീൻ, നത്തോലി. നത്തോലി മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ടോ ഇതിനിടയ്ക്ക് കുറച്ച് വീരന്മാരും കൂടെ കിടപ്പുണ്ട്. ആരാണെന്നല്ലേ, കുറച്ച് കൊഞ്ച് കിട്ടി കേട്ടോ. ഏകദേശം എടുത്ത് വന്നപ്പോഴേക്കും ഒരു 10 കൊഞ്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ചേട്ടൻ എടുത്തിടുന്നുണ്ട്. ഇത് വെട്ടാറായിട്ടില്ല, മീൻ വെട്ടണ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് നമുക്ക് വലിയൊരു കടമ്പ കിടക്കാനുണ്ട്. ഇതായിരുന്നു ആ കടമ്പ. പിക്കാച്ചുവിനെ മിട്ടുവിനെയും കൂട്ടിയിട്ട് കിടത്തി ഉറക്കി. മിട്ടു ഇല്ലാതെ ഉറങ്ങൂല കേട്ടോ. അതിനുശേഷം മീൻ വെട്ടി ചേട്ടനാട്ടോ. ഞാനിപ്പം വർഷങ്ങൾക്ക് ശേഷം കേട്ടോ മീൻ വെട്ടത്. എപ്പോഴും ചേട്ടനാണ് മീൻ വെട്ടിത്തരാറ്, കാരണം ചേട്ടനാകുമ്പോൾ പെട്ടെന്ന് മീൻ വെട്ടി തീരുകയും ചെയ്യും. അതിനുശേഷം പുറത്ത് കുറച്ച് പേര് ഇതെന്താ പുറത്ത് വെക്കുന്നതെന്ന് ചോദിക്കേണ്ട. പുറത്ത് നിന്ന് കുറച്ച് പേര് പാട്ട് പാടുന്നുണ്ടായിരുന്നു, അവരെ കാണിച്ചു തരാവേ. ഇവരാണ് കേട്ടോ ആൾക്കാർ. ഭയങ്കര പാട്ടായിരുന്നു. മീൻ വെച്ച് കൊടുത്തപ്പോൾ സമാധാനമായിട്ട് പോയി കേട്ടോ, തിന്നുന്നുണ്ട് അവിടെ നിന്ന്. ശേഷം നമുക്ക് മീൻ ക്ലീൻ ചെയ്തു പെട്ടെന്ന് തന്നെ. അതിനുശേഷം പൊന്നൂസിനോട് ഇച്ചിരി ഉപ്പെടുത്ത് തരാൻ വേണ്ടിയിട്ട് അവൾ ആ ഉപ്പിൻ്റെ കവറ് ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ട്. ശേഷം ഉപ്പിട്ട് തിരുമുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ ചെതുമ്പലെല്ലാം പോകാൻ ഭയങ്കര ഉപകാരമായിരിക്കും. ചില